ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അകത്തായവരെല്ലാം ഓരോരുത്തരായി പുറത്ത് ഇറങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ തന്ത്രി കണ്ഠരര് രാജീവരും ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി പത്മകുമാർ കൂടി പുറത്തു വന്നാൽ മതി, ബാക്കി എല്ലാവരും ആയി എന്നുള്ളതാണ്. അറസ്റ്റിലായി 41ാമത്തെ ദിവസമാണ് തന്ത്രി പുറത്ത് ഇറങ്ങുന്നത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെട്ടതെന്നും സ്വർണ്ണക്കൊള്ളയിൽ ഒരു പങ്കുമില്ല എന്നുമാണ് തന്ത്രിയുടെ വാദം. തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത് കേസ് അന്വേഷണത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ജനങ്ങളോട് ചോദിക്കുന്നത്. തന്ത്രിക്ക് കൊള്ളയിൽ പങ്കുണ്ടോ എന്ന് നമ്മൾ നേരത്തെയും തന്ത്രി അറസ്റ്റിലായ സമയത്തൊക്കെ നമ്മൾ ഇക്കാര്യത്തിൽ ജനങ്ങളോട് പ്രതികരണം ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു 41 ദിവസം കഴിയുമ്പോഴും ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ എന്നാണ് അറിയേണ്ടത്. ജനം ഇപ്പോഴും എന്താണ് കരുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. ശ്രീരാജാണ് പത്തനംതിട്ടയിലുള്ള കുറച്ച് ആളുകളോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചത്. എന്താണ് ആളുകൾക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. ജാമ്യം ലഭിച്ച് തന്ത്രി കണ്ഠരര് രാജീവർ പുറത്തിറങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണത്തെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? കറക്റ്റായിട്ടല്ലേ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭാഗമായിട്ട് കോടതി നടപടിയായിട്ട് അങ്ങനെ കണക്കൂട്ടിയാൽ പോരായോ? അത്രേ ഉള്ളത്. തന്ത്രിക്ക് ജാമ്യം അയാൾ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടികൂടണം, അല്ലെങ്കിൽ അയാളെ വെറുതെ വിടണം. 90% ബാധിക്കും. കാരണം ചെയ്യരുതാത്ത ഒരു കാര്യമാണ് പുള്ളി ചെയ്തേക്കുന്നത്. കാരണം ഞാനൊരു അയ്യപ്പ വിശ്വാസിയാണ്, ഞാൻ ആഴി വരുന്ന ഒരു സ്വാമിയാണ്. ഹൃദയത്തിന് ഒരുപാട് വേദനയുള്ളൊരു കാര്യമാണ് ചെയ്തത്. തന്ത്രി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ചെയ്യരുതാത്ത ഒരു തെറ്റാണ് ചെയ്തത്. പുള്ളി അതിന് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിലും ചാട്ടായി കടിക്കണമെന്ന് ഞാൻ പറയുന്നത്. പുള്ളി ഇപ്പോൾ ജയിലറാക്കി ഉള്ളിൽ കിടക്കുന്ന മിക്കവാറും എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് ഈ കേസിൻ്റെ നടത്തിപ്പ് തന്നെ സംഭ്രാമത്തിലായിരിക്കുകയാണ്. തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. SIT ഇതുവരെ എത്ര സ്വർണം കട്ടെന്നോ എത്ര സ്വർണം ഉരുക്കിയെടുത്തെന്നൊന്നും SITക്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ SITയുടെ നീക്കവും മന്ദഗതിയിലാണ്. കുറ്റം ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം, അതാണ് എൻ്റെ പക്ഷം. ഇപ്പോൾ ഓരോരുത്തരോരുത്തർ ഇറങ്ങുമല്ലോ, ഇറങ്ങുമ്പം ഈ സ്വർണം വിജയം വലിയ സ്വർണം കൊണ്ടുവന്നില്ലതാക്കും. അത് ചെമ്പായിരുന്നെന്നും ചെമ്പ് മണ്ടയ്ക്ക് പൂച്ചയാണെന്നും ഇത് ഈ പിണറായി സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ വരത്തുള്ളൂ. ഇതിപ്പോൾ എത്ര പറഞ്ഞാലും തെളിവൊന്നും ഇല്ലാതെ പോകും, ലാസ്റ്റിൽ അങ്ങനെ പോകത്തുള്ളൂ. കാരണം പിണറായി വിജയൻ ഭരിക്കുന്നിടത്തോളം കാലം ഒന്നും തെളിഞ്ഞു വരത്തില്ല. ഇതുവരെ ജാമ്യത്തോടെ ഇറങ്ങുവാണ്, ഇനി തെളിവില്ലാതെ പോകും. ബാധിക്കുമെന്നും ഇല്ലെന്നും ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. പക്ഷേ പ്രതികൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട. അതുതന്നെയാണ് SIT അന്വേഷണം മന്ദഗതിയിലാണ് എന്ന തരത്തിൽ പോലും ആളുകൾ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ്. തന്ത്രി അടക്കമുള്ള ആളുകൾ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താകും ഈ സ്വർണ്ണക്കൊള്ളയുടെ അവസാനം, ഇതിൽ എവിടെയാണ് ഈ സ്വർണം കട്ടുകൊണ്ടു പോയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഉത്തരമില്ലാതാകുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ജനങ്ങൾക്ക് ഉണ്ട്.